താര ജോഡികൾ എന്ന് പറയുന്നത് നടിമാർ മാത്രമല്ല. ലാൽ ശ്രീനിവാസൻ, ലാൽ മുകേഷ്, ലാൽ ജഗതി, ലാൽ തിലകൻ സർ, ഇപ്പോൾ ലാൽ സംഗീത് പ്രതാപ്. അദ്ദേഹം എൻ്റെ കൂടെ ആ സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെയുള്ളൊരു ക്യാരക്ടറാണ്. അയാൾ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, അദ്ദേഹത്തിൻ്റെ അച്ഛനെ എനിക്ക് തന്നിട്ട് അദ്ദേഹം ക്യാമറയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഞങ്ങൾ ഒരുപാട് സിനിമ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അവന് വളരെ കംഫർട്ടബിളായിട്ടാണ് അയാളെ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അയാൾ തീർച്ചയായിട്ടും അയാൾക്ക് നല്ലൊരു റോളാണ്. അപ്പോൾ ആ സിനിമ കൊണ്ട് സംഗീതം ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകട്ടെ. അതെ, ഉറപ്പായിട്ടും. കാരണം ലാലേട്ടൻ സിനിമയിലേക്ക് വരുന്നത് ലാലേട്ടൻ്റെ 20കളിലാണ്. സംഗീതം അതുപോലെ തന്നെ മുമ്പാണ്. ഞാൻ 17 വയസ്സ് 16 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ടീനേജ് ആണ്. അപ്പോൾ സംഗീതമായാലും ആ ഒരു ഏജിലൂടെ ഇങ്ങനെ കടന്നു വന്ന ഒരാളാണ്, സിനിമയിലേക്ക് വന്ന ആളാണ്. പഴയ ആ മോഹൻലാലിന് ഇപ്പോൾ 47-48 വർഷത്തിലേക്ക് കിടക്കുകയാണ് അല്ലേ? ഇപ്പോഴത്തെ ഈ ലാൽ സാർ അന്നത്തെ ഒരു ടീനേജിലുള്ള ലാലുവിന് കൊടുക്കുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? ഒരു ഉപദേശം കൊടുക്കില്ല. അങ്ങനെ ഒരു ഉപദേശം കൊടുക്കാൻ പറ്റിയ ആളൊന്നുമല്ല. നിങ്ങളുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യാതെയല്ലേ പറയാം. അതല്ലേ നമുക്ക് ആ സമയത്ത് അങ്ങനെ ഉപദേശിക്കാനൊന്നും ആവശ്യമില്ലായിരുന്നു. ഉപദേശമൊന്നും അവൾക്ക് ആവശ്യമില്ല. എന്നെ അങ്ങനെ ഉപദേശിച്ചാൽ എനിക്കിഷ്ടമുള്ളല്ലേ ഞാൻ ചെയ്യുള്ളൂ. അല്ല അങ്ങനെ ഉപദേശിക്കാനൊന്നും അന്ന് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തൊന്നും എന്നെ അങ്ങനെ എൻ്റെ സീനിയർ ആക്ടേഴ്സൊന്നും അങ്ങനെ ഉപദേശിച്ചിട്ടൊന്നുമില്ല. അതേ കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ അടുത്ത്. എനിക്കൊരു ഉപദേശം തരുമെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് പറയാം അങ്ങനെ, അല്ല ചിലപ്പോൾ കാര്യങ്ങളൊക്കെ പറയാമല്ലേ. ചില ആൾക്കാർ എന്നോട് വന്ന് ചോദിക്കാറുണ്ട്, ഞാൻ ഇങ്ങനൊരു സിറ്റുവേഷനാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല അയാളുടെ സിറ്റുവേഷൻ എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ ഇത്തരത്തിൽ മറ്റൊരാൾ ചെയ്തതായിട്ട് എനിക്കറിയാമെന്ന് പറഞ്ഞു കൊടുക്കാനല്ലാതെ ഇങ്ങനെ ചെയ്യൂ എന്നെനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഉപദേശിക്കാനൊന്നും എനിക്ക് പറ്റില്ല.